ഉച്ച കഴിഞ്ഞ് 3 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ എനിക്ക് ബിസി ആയിട്ടുള്ളൊരു സമയമാണ്. 4:30 4:45 ആകുമ്പോഴത്തേക്കും മോൻ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കളിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ഒരു 6 മണി വരെയൊക്കെ അവൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞ് കുളിപ്പിക്കണം, പിന്നെ പഠിക്കാൻ ഹോംവർക്ക് ചെയ്യിക്കണം, പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു 3 മണി അല്ലെങ്കിൽ 2:30 3 മണി 4:30 വരെ ഞാൻ ബിസി ആയിരിക്കും. അപ്പോഴത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെക്കണം. അതിനുള്ള തിരക്കുള്ള സമയമാണ് ഒരു 2:30 തൊട്ട് 4:30 മണിയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് മീൻ കിട്ടിയിട്ടില്ല. മീൻകാരൻ ചേട്ടൻ പറഞ്ഞു ഇന്ന് മീനില്ല. അപ്പോൾ ഇങ്ങനെ ഓർത്തു എന്താ വയ്ക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചക്കക്കുരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരും പരിപ്പും അത് ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കൂട്ടത്തിൽ മുരിങ്ങയുണ്ടായിരുന്നു, മുരിങ്ങക്കായ. അപ്പം മുരിങ്ങക്കായും കൂടി ഇട്ട് പരിപ്പും ചക്കക്കുരുവും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് ഉണ്ടാക്കി. പിന്നെ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എവിടെ നിന്നോ കാമ്പ് കിട്ടി. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കാമ്പുണ്ടായിരുന്നു. വാഴപ്പിണ്ടി എന്നൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാ മറ്റുള്ള സ്ഥലത്തൊക്കെ പറയുന്നത്. അപ്പോൾ വാഴപ്പിണ്ടി കിട്ടി, അതൊക്കെ മുറിച്ച് തന്നു. അപ്പോഴത്തേക്ക് അത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. ഇത് പരിപ്പ് കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. കടുക്, ജീരകം, വെളുത്തുള്ളി, തേങ്ങ, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. വറ്റൽമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇത് മാത്രം മതി. അപ്പോഴത്തേക്ക് കാമ്പിൻ്റെ വെള്ളം അങ്ങ് വറ്റി അടിക്ക് പിടിച്ചെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന് വറുത്തിടാനായിട്ട് കടുക്, വെളുത്തുള്ളി, തേങ്ങ ഇത്രയും മതി. അതൊക്കെ ഇട്ട് കരിവേപ്പിലയും വറ്റൽമുളകും ഇതൊക്കെ ചേർത്ത് നന്നായി ഒരു ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി അത് കാമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാമ്പ് ഉപ്പേരിയുമായി. ഇതൊക്കെ കൂട്ടി രാത്രി എങ്ങനെയാണ് കഴിക്കുക എന്നൊന്നും അറിയില്ല. പക്ഷേ പരിപ്പ് കടിയുടെ കൂടെ തൈര് പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് കുശാലാക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി തുണികൾ അലക്കിയിട്ട തുണികൾ എടുത്ത് വെച്ച് ഏകദേശം സമയാവറായി. 4:10 4:20 ആയി. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി മോനെ കൂട്ടാൻ പോകുന്ന സമയമായി. അപ്പോൾ മോനെ കൂട്ടിയിട്ട് വരാം.